നമ്മുടെ മജ്‌ലിസിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സുഹരി ഉസ്താദ് സംസാരിക്കും. ബഹുമാനപ്പെട്ട സുഹരി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ അവല് ഈ രണ്ട് പാക്ക് ഉണ്ടാവും, ഒച്ചപ്പാടുണ്ടാക്കല്ലേ. ഈ രണ്ട് പാക്ക് അവലുണ്ടാവും. ഒന്ന് നിങ്ങളെ കൈക്കെത്തും പ്ലീസ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وآل كل والصحابة أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുസ്ലിം കൈരളിയുടെ ആത്മീയ ആചാര്യനായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന നൂറെ ഹബീബ് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുപ്പാപ്പ, മറ്റു സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാരെ, കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും തങ്ങളുപ്പാപ്പാടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നൂറെ ഹബീബിൻ്റെ സന്തതികൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അള്ളാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. തങ്ങളുപ്പാപ്പ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ പറയണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് കുറച്ച് നേരത്തെ ഇരുന്നത്. പക്ഷേ തങ്ങളുപ്പാപ്പ സദസ്സിലുണ്ടെങ്കിലും ചിലതൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ചിലത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം വിമർശകർ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യം മനസ്സിലാക്കാതെ തങ്ങളുപ്പാപ്പയുടെ അറിവിനനുസരിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും പാകപ്പിയവുകൾ വന്നു പോകുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ചില യൂട്യൂബ് ജീവികളുണ്ട്. അവർക്ക് കാര്യമറിയില്ല, അവർക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്നറിയില്ല. പക്ഷേ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അറിയാം തങ്ങളുപ്പാപ്പ ആരാണെന്ന്. അനുഭവിച്ചറിഞ്ഞവരാണവർ. ജീവിതത്തിൽ അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ ഗുരു. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് മുഴുവനും അറിയാം നൂറെ ഹബീബിനെയും തങ്ങളുപ്പാപ്പാനെയും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ നൂറെ ഹബീബിനെതിരെ കല്ലെറിയുന്നവരോട് വിനയത്തോടുകൂടെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എറിയുന്ന ഓരോരോ കല്ലും ഞങ്ങൾക്ക് പൂമാലകളാണ്. ഈ നൂറെ ഹബീബിനെ തകർക്കാൻ നിങ്ങൾ ഏതൊക്കെ പാറക്കല്ലുകൾ എടുത്ത് വലിച്ചെറിഞ്ഞാലും ഇങ്ങോട്ടത് തട്ടുകയില്ല. കാരണം നൂറെ ഹബീബിനെ സംരക്ഷിക്കുന്നത് സ്വലാത്തുൽ ഫാത്തിഹാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവലാണ്.
പക്ഷേ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും തങ്ങൾ പാപ്പാട നിഷ്കളങ്കമായ ആ പുഞ്ചിരിയോടുകൂടെ തങ്ങൾ പറയുന്നവരെന്തും പറയട്ടെ, അവരെ വിമർശിക്കണ്ട, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാണ് തങ്ങൾ പാപ്പ എപ്പോഴും പറയാറ്. പക്ഷെ ചിലപ്പോ നമുക്ക് മറുപടി പറയേണ്ടി വരും. ഏതുപോലെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ കടലാണ്. അള്ളാഹുവിന്റെ ഹബീബ് സർവ്വജീവികളോടും കാരുണ്യമാണ്, സർവ്വ ജന്തുക്കളോടും കാരുണ്യമാണ്. നമുക്കറിയാം മമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലേക്ക് പ്രബോധനത്തിന് വന്നപ്പോൾ അത്രയും കാലം അബൂജാഹിലും മുത്തുബത്തും ഷൈബത്തും നളർ ഇബ്നു ഹാരിസ് തുടങ്ങിയിരിക്കുന്ന മക്കയിലെ കുഫാരിങ്ങളെ മുഴുവനും വിളിച്ചു പറഞ്ഞത് അൽ അമീൻ എന്നാണ്. പക്ഷേ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോൾ മക്കക്കാരിൽപ്പെട്ട ഖുറൈശികളുടെ നേതാക്കൾ പറഞ്ഞത് എഴുത്തറിയാത്ത വായനയറിയാത്ത എഴുത്തും വായനയും പഠിക്കാത്ത ആ മുഹമ്മദ് പ്രവാചകനാവുകയോ? കിബിർ സമ്മതിച്ചില്ല. മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിമാരുടെ അഹങ്കാരം അതിന് സമ്മതിച്ചില്ല. അവര് പറഞ്ഞു മുഹമ്മദ് പ്രവാചകനല്ല. അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന അതേ നാവ് കൊണ്ട് അവര് ഭ്രാന്തനെന്ന് വിളിച്ചു, ദുഷ്ടനെന്ന് വിളിച്ചു, ധിക്കാരി എന്ന് വിളിച്ചു. അബൂജാഹിലും മുത്തബത്തും ഷൈബത്തും നളർ ഇബ്നു ഹാരിസും മുത്തബത്ത് ഇബ്നു അബീ മുഅയ്ത്തും എല്ലാവരും റസൂലുള്ളാഹിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയതുപോലെ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തുണ്ടല്ലോ, റസൂലുള്ളാഹിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മക്കയിലെ കുഫാരിങ്ങളിൽപ്പെട്ട ആളായിരുന്നിട്ട് പോലും ഉഖബത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് കുശലാന്വേഷണം നടത്തും. പക്ഷേ ഉഖബത്ത് മുഹമ്മദുമായി സംസാരിക്കുന്നത് മറ്റു കുഫാരിങ്ങൾക്കൊന്നും ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ഒരിക്കലും മക്കയിലെ കഅബാലയത്തിന്റെ അരികിലിരിക്കുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലൂടെ നടന്നു വരികയാണ്. മുഹമ്മദേ, എന്റെ വീട്ടിൽ ഞാനൊരു ഫംഗ്ഷൻ വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മക്കയിലെ മുഴുവൻ കുഫാരി, മക്കയിലെ മുഴുവൻ പ്രമാണിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഖുറൈശികളിൽപ്പെട്ട വലിയ കാര്യപ്പെട്ട ആളാണല്ലോ മുഹമ്മദ്, നീയും എന്റെ വീട്ടിലേക്ക് ആ സദ്യക്കൊന്ന് വരുമോ? റസൂലുള്ളാഹി പറഞ്ഞു, ഉഖബത്തെ, നിന്റെ വീട്ടിലേക്ക് സദ്യക്ക് ഞാൻ വരുമായിരുന്നു. പക്ഷേ നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്, നിന്നോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ നീ മുസ്ലിം ആവാത്തതിന്റെ പേരിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടല്ലോ. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് പറഞ്ഞു, മുഹമ്മദേ, എന്റെ ഉറ്റ സുഹൃത്താണ് ഉമയ്യത്ത് ബിൻ ഖലഫ്. ആ ഉമയ്യത്ത് ബിൻ ഖലഫിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യൂല. റസൂലുള്ളാഹി പറഞ്ഞു, ഉഖബത്തെ, നീ ഒന്ന് മുസ്ലിമായാൽ എനിക്ക് വല്ലാത്ത സന്തോഷമാകുമായിരുന്നല്ലോ. ഉഖബത്ത് ചോദിച്ചു, ഞാൻ മുസ്ലിമാവാതെ നീ എന്റെ സദ്യക്ക് വരില്ല എന്നാണോ? റസൂലുള്ളാഹി പറഞ്ഞു, നീ മുസ്ലിമാവടാ ഉഖബത്തെ. ഉഖബത്ത് പറഞ്ഞു, എന്നാൽ എന്താണ് ഞാൻ മുസ്ലിമാവാൻ വേണ്ടി ചെയ്യേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി ഉഖബത്ത് മുസ്ലിമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉഖബത്തിന്റെ വീട്ടിലേക്ക് സദ്യക്ക് ചെല്ലുകയാണ്. ഇത് കണ്ടപ്പോൾ അബൂജാഹിലും ഉത്ബത്തും ഷൈബത്തും ദേഷ്യം പിടിച്ചുപോയി. അവര് പറഞ്ഞു, കണ്ട കണ്ട കണ്ട, മുഹമ്മദ് ഉഖബത്തിന്റെ വീട്ടിൽ സദ്യക്ക് വന്നിരിക്കുന്നു. ഉമയ്യത്ത് ബിൻ ഖലഫ് ഷാമിലേക്ക് കച്ചവടത്തിന് പോയപ്പോഴാണ് ഉഖബത്ത് മുഹമ്മദിനെ ക്ഷണിക്കുകയും മുസ്ലിമാവുകയും മുഹമ്മദ് സദ്യക്ക് വരികയും ചെയ്തിരിക്കുന്നത്. അബൂജാഹിലും ഉത്ബത്തും തമ്മിൽ സംസാരമാണ്. അങ്ങനെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദ്യ കഴിഞ്ഞ് തിരിച്ചുപോയി. അന്നതാ ഷാമിൽ നിന്ന് മടങ്ങി വരികയാണ് ഉമയ്യത്ത് ബിൻ ഖലഫ്. ഉമയ്യത്ത് ബിൻ ഖലഫ് വീട്ടിലേക്ക് എത്തിയതോ അബൂജാഹിലും ഉത്ബത്തും അടങ്ങിയിരിക്കുന്ന ഒരു സംഘം തന്നെ ചെന്നിട്ട് ഉഖബത്തിന് എന്റെ കൂട്ടുകാരനായ ഉമയ്യത്തിനോട് പറയാണ്, ഉമയ്യത്തെ,
നിന്റെ ഉറ്റ സുഹൃത്താണല്ലോ, നിന്റെ കളിക്കൂട്ടുകാരനാണല്ലോ ഉഖബത്ത്. ആ ഉഖബത്ത് മുഹമ്മദുമായിട്ട് മുസ്ലിമായി സംസാരം നടത്തി. ഉഖബത്ത് മുഹമ്മദിനെ വീട്ടിലേക്ക് സദ്യക്ക് ക്ഷണിച്ചു. മുഹമ്മദും ഉഖബത്തും തമ്മിൽ വല്ലാത്ത ബന്ധമാ. ഇത്രയും കാലം നമ്മൾ ആരാധിച്ചു പോന്നിരിക്കുന്ന ലാത്തയെയും മുസ്സയെയും മനാത്തയെയും ഇപ്പോൾ ഉഖബത്ത് തള്ളിപ്പറയുന്നവനായി മാറിയിരിക്കുന്നു. ഇത് കേട്ട ഉമയ്യത്തിന്റെ മനസ്സിൽ ഇടിവെട്ടുകയാ. ആര് മുസ്ലിമായാലും എനിക്ക് പ്രശ്നമല്ല, പക്ഷേ ഉഖബത്തെങ്ങാനും മുസ്ലിമായാൽ എന്റെ വാളുകൊണ്ട് ഞാൻ ഉഖബത്തിനെ കൊന്നുകളയാം. ഉമയ്യത്ത് ബിൻ ഖലഫ് വന്ന വിവരം ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് അറിയുകയാണ്. റസൂലുള്ളാന്റെ അരികിൽ നിന്നിട്ട് നല്ല ക്ലാസ്സുകളൊക്കെ കേട്ട് റസൂലുള്ളാനോട് സ്നേഹം തോന്നിയിരിക്കുകയാണ് ഉഖബത്ത്. അങ്ങനെ ഉഖബത്ത് ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് എന്തിനാണ്? ഉമയ്യത്തിനെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ്. അങ്ങനെ വീട്ടിലേക്ക് അങ്ങ് ചെന്നിട്ട് അഭിവാദ്യം അർപ്പിച്ചപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ് മുഖം തിരിക്കുകയാണ്. ഉഖബത്തിന് വല്ലാത്ത ദേഷ്യം തോന്നി. എന്താണ് ഉമയ്യത്ത് ബിൻ ഖലഫ് മുഖം തിരിക്കാനുള്ള കാരണം? ഉമയ്യത്തെ, എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എനിക്കത് പ്രശ്നമല്ല, പക്ഷേ നീ മുഖം തിരിക്കുന്നത് എനിക്ക് പ്രശ്നമാണ്. ഉടനെ ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു, എടാ ഉഖബത്തെ, നീ മുഹമ്മദുമായി കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ട് മുസ്ലിമായി അല്ലേ? ഇന്നി വജീമിൻ വജ്ഹിക ഹറാം. ഇനി എന്റെ മുഖവും നിന്റെ മുഖവും തമ്മിൽ കാണാൻ പറ്റൂല, അത് നിഷിദ്ധമാണ്. എവിടെയെങ്കിലും ഞാൻ നടന്നു പോകുന്ന വഴിക്കെങ്ങാനും നിന്നെ കണ്ടുപോയാൽ എന്റെ വാളുകൊണ്ട് നിന്നെ കൊന്നുകളയുമടാ ഉഖബത്ത്. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ ദേഷ്യം കണ്ടപ്പോൾ ഉഖബത്ത് പറഞ്ഞു, എടാ ഉമയ്യത്തെ, ഞാൻ മുഹമ്മദിനെ കണ്ടപ്പോൾ മുഹമ്മദിനോട് സ്നേഹം തോന്നിപ്പോയിട്ട് ഞാൻ മുസ്ലിമായി പോയതാ. മുഹമ്മദിനെ വീട്ടിലേക്ക് ക്ഷണിച്ചതാ. ഞാനിനി മുഹമ്മദിന്റെ മുഖം കാണൂല. നിന്റെ കൂടെ കൂടിയിട്ട് ഞാൻ മുഹമ്മദിന് എതിരായി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഉമയ്യത്തിന് സന്തോഷം തോന്നുകയാണ്. ഉമയ്യത്ത് പറഞ്ഞു, എന്നാൽ നാളെ മുഹമ്മദ് കഅബാലയത്തിന്റെ അരികിൽ വന്നിട്ട് 2 റക്അത്ത് മഖാം ഇബ്രാഹിമിന്റെ പിറകിലായിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ മുഹമ്മദിനെ ക്രൂരമായി മർദ്ദിക്കണം നീയോ, മുഹമ്മദിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പണം നീയോ? ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് സമ്മതിക്കുകയാണ്. അങ്ങനെ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ വാക്ക് കേട്ടിട്ട് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് പിറ്റേന്ന് രാവിലെ കഅബാലയത്തിന്റെ അരികിൽ വന്ന് നിൽക്കുന്നു. മക്ക കുഫാരിങ്ങൾ അവിടെ ആബാലവൃതം തടിച്ചുകൂടിയിരിക്കുകയാണ്. ഉമയ്യത്ത് ബിൻ ഖലഫും കൂടെയുണ്ട്. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് നോക്കുമ്പോൾ പ്രവാചകൻ നടന്നു വരികയാണ്. മഖാം ഇബ്രാഹിമിന്റെ അരികിൽ വന്നിട്ട് കഅബം തവാഫ് ചെയ്തതിന്റെ പിറകെ 2 റക്അത്ത് നിസ്കരിക്കാൻ തയ്യാറാകുന്നു. റസൂലുള്ള നിസ്കാരത്തിലേക്ക് അങ്ങ് കടന്നപ്പോൾ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് റസൂലുള്ളാന്റെ അരികിലേക്ക് അങ്ങ് ചെന്നിട്ട് സുജൂദിൽ കിടക്കുന്ന പ്രവാചകന്റെ ചുമലിലേക്ക് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് തന്റെ കാലങ്ങുയർത്തിയിട്ട് ഒരൊറ്റ ചവിട്ടങ്ങ് കൊടുക്കുകയാണ്. വേദന കൊണ്ട് പുടഞ്ഞുപോയ പ്രവാചകൻ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ഇടത്തെ കാലുയർത്തിയിട്ട് റസൂലുള്ളാന്റെ ചുമലിലേക്ക് ഒരു ചവിട്ടങ്ങ് കൊടുക്കുന്നു. വേദന കൊണ്ട് പിടയ്ക്കുകയാണ് പ്രവാചകൻ. 2 കൈയും 2 ഭാഗത്തേക്ക് തടഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളങ്ങ് എഴുന്നേൽക്കുമ്പോൾ 2 കൈ കൊണ്ടും വലിച്ചെടുത്തിട്ട് ഒരൊറ്റടി റസൂലുള്ളാന്റെ കവിളിന് നേരെ. വേദന കൊണ്ട് പിടയ്ക്കുകയാണ് പ്രവാചകൻ. ആ സമയത്ത് മക്ക കുഫാരിങ്ങള് കൈകൊട്ടിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നു. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് കാർക്കിച്ച കഫം പറിച്ചെടുത്തിട്ട് പ്രവാചകന്റെ മുഖത്തേക്ക് ഒരൊറ്റ തുപ്പങ്ങ് തുപ്പിയപ്പോൾ
ആ തൊട്ട് നേരെ റസൂലുള്ളാന്റെ മുഖത്തേക്ക് അങ്ങ് വന്നതോ അതാ തിരിച്ചു മടങ്ങിപ്പോകുന്നു. റിട്ടേൺ വന്നിട്ട് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെ മുഖത്തങ്ങ് പരക്കുകയാണ്. ലം യസൽ അസ്റു ദാലിക ഹത്താ ഖതല. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെ മരണം വരെ ആടയാളം അവിടെ ബാക്കിയായിരുന്നു. ചുരുക്കി പറയട്ടെ, റസൂലുള്ളാഹി തങ്ങളെ കഅബാലയത്തിൽ നിന്ന് തിരിഞ്ഞു പോരുമ്പോ മക്ക കുഫാരിങ്ങൾ കൈയടിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ്, കൂക്ക് വിളിക്കുകയാണ്, ആർത്തട്ടഹസിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരൊറ്റ വാക്കാൻ, ഇൻ വജദനി മിൻ ജിബാലി മക്കത അയ്യദ്രിബ ഉൻഖി സബ്റാ. എടാ ഉഖബത്തെ, ഈ മക്കയുടെ കോമ്പൗണ്ടിന്റെ പുറത്ത് എവിടെ വെച്ച് നിന്നെ കണ്ടാലോ നിന്നെ ഞാൻ കൊന്നുകളയും ഉഖബത്തെ. കാരുണ്യത്തിന്റെ പ്രവാചകനാണ് പറഞ്ഞത്. അത്രയേറെ കഠിനമായ ദ്രോഹം ചെയ്തപ്പോ, മുസ്ലിമായതിനു ശേഷവും റസൂലുള്ളാഹിനെ വിമർശിച്ചപ്പോൾ റസൂലുള്ള സഹിക്കവയ്യാതെ പറഞ്ഞു പോയതാണ്. അങ്ങനെ ബദർ യുദ്ധം നടന്നപ്പോൾ അബൂജാഹിലും മുത്തബത്തും അതാ നളർ ഇബ്നു ഹാരിസും ഉഖബത്ത് എല്ലാവരും കൂടെ ക്ഷണിക്കുകയാണ് ഉഖബത്തിനെ. ഉഖബത്ത് പറഞ്ഞു, മുഹമ്മദ് എന്നെ കണ്ടാൽ കൊന്നുകളയോ, അതുകൊണ്ട് ബദറിന് ഞാനില്ല. നിനക്കൊരു ചുവന്ന കുതിരയില്ലേ, ആ കുതിരപ്പുറത്ത് കയറിയിട്ട് നിനക്ക് രക്ഷപ്പെട്ടുകൂടെ, നീ വാടാ എന്ന് പറഞ്ഞപ്പോൾ ധൈര്യം കൊടുത്തപ്പോഴാണ് ഉഖബത്ത് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞു. അതാ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഹാജരാക്കിയപ്പോൾ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് കൂട്ടത്തിലുണ്ട്. ഉഖബത്തിനെ കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, എടാ ഉഖബത്തെ, നീ എന്നെ ചതിച്ചവനല്ലടാ. മുസ്ലിമായതിനു ശേഷമോ നീ തിരിച്ചങ്ങോട്ട് പോയിട്ട് ഉപദ്രവിച്ചവനല്ലടാ. കാരുണ്യത്തിന്റെ പ്രവാചകൻ മാപ്പ് കൊടുക്കുമോ? ഉടനെ തന്നെ ഇറങ്ങുന്ന നസനൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഇവനിൽ ഖൈറില്ല, ഇവനെ അങ്ങ് കൊന്നുകളഞ്ഞേക്കൂ. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ഇബ്നു ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തലവെട്ടി അങ്ങ് കൊന്നുകളയുകയാണ്. മറ്റുള്ള യുദ്ധത്തടവുകാർക്ക് റസൂലുള്ള മാപ്പ് കൊടുക്കുകയാണ്. എഴുത്തും വായനയും തിരിയാത്ത ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു പോകാം. ഷാജം പി തോമസ് എന്ന് പറയുന്ന കത്തോലിക്ക സഭക്കാരനായ ഒരു ചെറുപ്പക്കാരൻ മലയാള മനോരമയിൽ ലേഖനം എഴുതിയപ്പോൾ ഇത് ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നീതി കാണിച്ച ആള് അത് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളാണത്. ആ റസൂലുള്ളാഹി തങ്ങളും നിവർത്തിയില്ലാതായപ്പോൾ പറയേണ്ടത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ആക്ഷേപിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളതൊന്നു മാത്രം, നിങ്ങളിരുന്ന് ആക്ഷേപിച്ചോളോ, ഈ കാണുന്ന ജനങ്ങൾ ഇനിയും വർദ്ധിക്കുകയുള്ളൂ. ഞങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. ഈ ഉമ്മമാരുടെ മനസ്സിന്റെ ഉള്ളിലാണ് നൂറെ ഹബീബിലെ ആറ്റക്കോയ തങ്ങള്, ഈ ഉപ്പമാരുടെ ഹൃദയത്തിനുള്ളിലാണ്, ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണിയാണ്. അള്ളാഹു ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ്. മറ്റു സമുദായക്കാരെ പോലെ കണ്ണീരെത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങളുണ്ടല്ലോ, ആക്ഷേപങ്ങൾ എത്ര വന്നാലോ എത്ര ആരോപണങ്ങൾ വന്നാലോ അത് പൂമാലകളെ പോലെ സ്വീകരിക്കുകയല്ലാതെ നിങ്ങൾക്കറിയ കല്ലെറിയില്ല. വിമർശിച്ചോളോ, പ്രശ്നമല്ല. ഞങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഏറ്റവും വലിയ മുത്താണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ദീർഘകാലം ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു ആരോഗ്യത്തിലായിക്കൊണ്ട് ദീർഘായുസ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവരും, ഈ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും സാധുവായ എനിക്കും ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദ്വാരിക്കണം. അതുപോലെ ഞങ്ങളും നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഒന്നും പറയാനില്ല. ഇഷ്ടംപോലെ ഉസ്താദന്മാരെ വയല് പറഞ്ഞു. ലാസ്റ്റ് വയല് പറഞ്ഞ നമ്മൾ ഉസ്താദിന്റെ വയല് ഇഷ്ടപ്പെട്ടു. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം 1 മണിക്കൂർ സമയം കൊടുക്കാം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത്,
എന്തെങ്കിലും ഈ സമയത്തൊക്കെ നിങ്ങൾ ആലോചിക്കണം തരാം, എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് യൂട്യൂബർമാർ കാത്തിരിക്കുന്നത്. കാരണം അവരുടെ ജീവിതം എന്നിലൂടെയാണ്. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ അതാണ് പോലെ, ഞാൻ എന്താ പറയുന്നത് അതാണ് അവർക്കുള്ള ജീവിതം. ഒരു മാസം പിന്നെ അതന്നെയായിരിക്കും.